നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ശാന്തമായി ഇരിക്കാം. കുട്ടികളെ മടിയിൽ നിയന്ത്രിച്ച് ഇരുത്തണമേ. നമ്മൾ ഈ ഗുഡ് നൈറ്റ് മെസ്സേജ്, ഇന്ന് ഈശോ നമുക്ക് തരുന്ന സന്ദേശം, തരുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഈശോ അപ്പോസ്തലന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അധികാരവും ശക്തിയും രണ്ടും രണ്ടാണ്. ശക്തി ഒരാൾക്കുള്ള ഒരു എബിലിറ്റിയാണ്. അയാൾക്ക് അത് ചെയ്യാൻ അറിയാം. അത് ഇന്റലക്ച്വൽ എബിലിറ്റി ആകാം, മെന്റൽ എബിലിറ്റി ആകാം. ഒരാൾക്ക് ഒരു വാഹനം ഓടിക്കാൻ അറിയാം, അതാണ് അയാളുടെ ശക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വീട് പണിയാനുള്ള കഴിവുണ്ട്, ഫിനാൻഷ്യൽ എബിലിറ്റി, അതിനുള്ള കഴിവുണ്ട്. ഒരു കോൺട്രാക്ട് ജോലി ചെയ്യാൻ, ഒരു റോഡ് പണി നടത്താനുള്ള എല്ലാ കപ്പാസിറ്റീസും അയാളുടെ കയ്യിലുണ്ട്. അതാണ് കഴിവെന്ന് പറയുന്നത്. ശക്തിയുണ്ട്. അധികാരം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടറാണ്, അയാൾക്ക് ഗവൺമെന്റ് ഒരു കോൺട്രാക്ട് സാങ്ഷൻ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ മാത്രമേ അയാൾക്ക് ആ ജോലി ചെയ്യാനായിട്ട് അധികാരമുള്ളൂ. കഴിവുള്ള എല്ലാവർക്കും ഒരു ബിസിനസ് നടത്താൻ ഒരാൾക്ക് കഴിവുണ്ട്, പക്ഷേ അതിനുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിവ് വേണം, ലൈസൻസും വേണം, അത് ചെയ്യാനുള്ള അനുമതിയും വേണം. അതാണ് അധികാരം, ശക്തി എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു രാജ്യത്തെ നയിക്കാനുള്ള ജ്ഞാനമുണ്ട്, അറിവുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആകാനുള്ള, ഒരു ചീഫ് മിനിസ്റ്റർ ആകാനുള്ള കഴിവുണ്ട് എന്ന് കരുതി അയാൾക്ക് ആ ജോലി ചെയ്യാൻ അനുവാദമുണ്ടാകണമെന്നില്ല. അതിന് അധികാരം വേണം. അപ്പോൾ ആശയം വ്യക്തമാണ്. ഈശോ തൻ്റെ ശിഷ്യർക്ക് കഴിവ് മാത്രമല്ല അധികാരവും കൊടുത്തു. അധികാരം മാത്രമല്ല, അതിനുള്ള കഴിവും കൊടുത്തു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് രണ്ടും നൽകപ്പെടുന്നതാണ്. ഇത് നൽകാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള കഴിവും അതിനുള്ള അധികാരവും സാങ്ഷനാകുന്നത്, പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് കർത്താവിൽ നിന്നാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. എന്നിട്ട് ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുക, ദൈവരാജ്യം പ്രസംഗിക്കുക. കഴിവും അധികാരവും ഒരു മനുഷ്യന് ലഭിച്ചിരിക്കുന്നത് ദൈവരാജ്യം പ്രഘോഷിക്കാനാണ്. രോഗികളെ സുഖപ്പെടുത്തുക, ദൈവരാജ്യം. നമുക്ക് ഇന്ന് പലതരത്തിലുള്ള കഴിവുണ്ട്, നമുക്ക് പലതരത്തിലുള്ള അധികാരങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിലൊക്കെ അധികാരമുണ്ട്, കഴിവുണ്ട്. ഈ അധികാരവും കഴിവും ദൈവരാജ്യം പ്രസംഗിക്കാനുള്ളതാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അതായത് നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. എന്താണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ? ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഒറ്റ വാക്കിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക, അങ്ങനെ അവരെ രക്ഷയിലേക്ക് നയിക്കുക. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. അതായത് നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ സഹായിക്കുന്നത് വടിയല്ല, പണമല്ല, സഞ്ചിയല്ല, അപ്പമല്ല, ഉടുപ്പുകളുടെ എണ്ണവുമല്ല. നിങ്ങളെ സഹായിക്കുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ശക്തിയായിത്തീരുന്നത് ഞാനാണ്. എന്നെ നിങ്ങൾ വഹിച്ചു കൊണ്ടുപോവുക, സുവിശേഷം വഹിച്ചു കൊണ്ടുപോവുക. ഈ ലോകത്തിലുള്ള വടി നമ്മെ താങ്ങി നിർത്തുന്ന പലതും, ഈ ലോകത്തിലുള്ള സഞ്ചികൾ നമുക്ക് ആവശ്യമെന്ന് നമ്മൾ കരുതി സ്വരുക്കൂട്ടുന്ന കാര്യങ്ങൾ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്, അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ നിലനിർത്തുന്ന കാര്യങ്ങൾ, പണം നമ്മെ വളർത്തുന്നു, നമ്മളെ സഹായിക്കുന്നു എന്ന് തോന്നുന്നു. ഇതൊന്നുമല്ല നമ്മളെ സഹായിക്കുന്നത്. ഈശോ പറയുകയാണ്, ഞാനാണ് നിങ്ങളെ സഹായിക്കുന്നത്, ക്യാരി മീ. എന്നിട്ട് ഈശോ പറയുന്നു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ, അതായത് ആരോടൊക്കെ ഇടപെടുന്നുവോ, ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ, ആരുമായിട്ട് നിങ്ങളൊരു സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുവോ, അവരോടൊക്കെ സമാധാനം ആശംസിക്കുക. നമ്മൾ അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സമാധാനം പങ്കുവെക്കുന്നവരായിത്തീരാൻ. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികൾക്കെല്ലാം ഞാൻ ആശംസിച്ചത് സമാധാനമാണോ അല്ലെങ്കിൽ സമാധാനക്കേടാണോ? നമ്മുടെ സാന്നിധ്യം സമാധാനം കൊണ്ടുവരുന്ന സാന്നിധ്യമായി തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ വചനം, നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ, അതായത് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, ചില ആളുകൾ നമ്മളെ സ്വീകരിക്കുകയില്ല, ചില ആളുകൾ നമ്മളെ എതിർക്കും, ചില ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തും, ചില ആളുകൾ നമ്മളെ പരിഹസിക്കും. അത് ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെയാകാം, സ്വന്തം സഹോദരങ്ങളാകാം, അയൽക്കാരാകാം, ആരുമാകാം. അപ്പോൾ നിങ്ങളെ സ്വീകരിക്കാത്ത ചില ആളുകൾ ലോകത്തിലുണ്ടാകും. ഈശോ പറയുകയാണ്, നിങ്ങൾ കാലിലെ പൊടി തട്ടിക്കളയുവിൻ എന്ന് പറഞ്ഞാൽ, അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നതിൻ്റെ ഭാരം, അതാണ് കാലിലെ പൊടി, അത് ചുമന്നുകൊണ്ട് നടക്കണ്ട, തട്ടിക്കളഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോവുക. അതാണ് കാലിലെ പൊടി തട്ടിക്കളയുക എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ കാലിൽ പറ്റിയ പൊടികളെല്ലാം, അതായത് നമ്മെ സ്വീകരിക്കാതിരുന്നവരുടെ വാക്കുകൾ, നമ്മെ അംഗീകരിക്കാതിരുന്നവരുടെ പ്രവൃത്തികൾ, ഇതെല്ലാം കാലാകാലങ്ങളായിട്ട് ചുമന്നുകൊണ്ട് നടക്കുകയും അവസാനം മുട്ടുവേദന വരികയും ചെയ്യും, കാലുവേദന വരുന്നു. കാരണം പലതും തട്ടിക്കളയേണ്ട പലതും തട്ടിക്കളയാതെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഈശോ അവസാനമായി പറയുന്നു, അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. ഈശോ തരുന്ന അധികാരം, ഈശോ തരുന്ന ശക്തി, ഈശോ പറഞ്ഞു തരുന്ന വഴികൾ, ഈശോയെ മാത്രം നമ്മുടെ സമ്പത്തായി കൊണ്ടു നടക്കുന്ന മനോഭാവം, മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കുന്ന നിലപാട്, അതുപോലെ എതിർക്കുന്നവരുടെ എതിർപ്പുകളാകുന്ന പൊടികൾ തട്ടിക്കളഞ്ഞ് അതിനെക്കുറിച്ച് ഭാരമില്ലാതെ ഫ്രീയായി നടക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും കഴിയും. എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ളൊരു രാത്രി, വചനത്തിന്റെ അഭിഷേകവും വചനം നൽകുന്ന സാന്ത്വനവും വചനം നൽകുന്ന വെളിച്ചവുമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട്, നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട് ഇരിക്കുകയായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ 5:30 മുതൽ ഈ രാത്രി 9 മണി വരെയുള്ള സമയത്ത് അനേകം ദൈവമക്കളിവിടെ വരികയും പ്രാർത്ഥിക്കുകയും കടന്നുപോയി. പലരും ഇന്ന് പ്രഭാതത്തിൽ ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കാൻ അനുഗ്രഹം ലഭിച്ചവരാണ്. ഒക്കെ ഓർത്ത് പ്രഭാതത്തിൽ മുതൽ ഈ സമയം വരെ കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്തിയത്, നമുക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ കർത്താവ് നമ്മുടെ ചിന്തകളെയും ധാരണകളെയും ഒക്കെ അതിലംഘിക്കുന്ന രീതിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടത്, പല അപകടങ്ങളിൽ നിന്ന് വളരെ വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ കർത്താവ് നമ്മളെ സംരക്ഷിച്ചത്, രോഗങ്ങൾ വരാതെ കാത്തത്, അപകടങ്ങളിൽപ്പെടാതെ നമ്മളെ സംരക്ഷിച്ചത്, നമുക്ക് വിജയം നൽകിയത്, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, സമാധാനത്തിൽ ഇന്ന് ജീവിക്കാൻ സാധിച്ചത്, പലരോടും ക്ഷമിക്കാൻ സാധിച്ചത്, സ്നേഹിക്കാൻ സാധിച്ചത്, നമ്മുടെ സാമ്പത്തിക മേഖലകളിൽ കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായത്, എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയാം. കണ്ട കാഴ്ചകൾ, കേട്ട കേൾവികൾ, കഴിച്ച ഭക്ഷണം, ധരിച്ച വസ്ത്രം, താമസിക്കുന്ന ഭവനം, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കടന്നു പോകുന്ന വഴികൾ എല്ലാം ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇന്ന് തൻ്റെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഈശോയെ ഞങ്ങൾ ഈ രാത്രിയിൽ കിടക്കാൻ പോകുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഈശോയെ ഞങ്ങൾ ഈ രാത്രിയിൽ വിശ്രമിക്കാൻ പോകുന്നത്. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേൽക്കാനും വീണ്ടും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഓടി വരാനും അങ്ങയെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും എന്നെയും എൻ്റെ കുടുംബത്തെയും, എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും, എൻ്റെ മക്കളെയും, കുടുംബാംഗങ്ങളെയും, മാതാപിതാക്കളെയും, സഹോദരങ്ങളെയും, അയൽക്കാരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ വിധം പ്രതിസന്ധികളിലൂടെ, സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്തവർ, ഉറക്കൂളിക കഴിച്ച് മാത്രം ഉറങ്ങാൻ സാധിക്കുന്നവർ, ഏകാന്തതയിലും രോഗാവസ്ഥകളിലും കഴിയുന്നവർ, അനാഥരും വിധവകളുമായിട്ടുള്ളവർ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഐസിയുയിലും വെന്റിലേറ്ററിലും കഴിയുന്നവർ, ആശുപത്രികളിലായിരിക്കുന്നവർ, ഭവനങ്ങളിൽ രോഗാവസ്ഥകളിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിരിക്കുന്നവർ യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ നിന്ന് വിദൂരങ്ങളിൽ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് പോയിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങൾ, ഹല്ലേലൂയ, ഓൺലൈനിൽ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ജീവിതത്തെ പ്രകാശമുള്ളൊരു ജീവിതമാക്കി ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ശക്തിയും കർത്താവ് തരുന്ന അധികാരവും നിന്നിൽ വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും സമാധാനം ആശംസിക്കുന്നവരായി മാറട്ടെ. കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം നൽകാൻ കഴിയുന്ന വാക്കുകൾ കൊണ്ട്, നിലപാടുകൾ കൊണ്ട് അവരുടെ ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കാൻ കഴിയുന്ന മനുഷ്യരായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എനിക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയണം. എൻ്റെ ജീവിത പങ്കാളിയുടെ വേദനകൾ, മുറിവേറ്റ ഹൃദയം എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ സ്പർശനം കൊണ്ട് എനിക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയണം. എൻ്റെ മക്കളുടെ മുറിവേറ്റ ഹൃദയം, എൻ്റെ മാതാപിതാക്കളുടെ വേദനിക്കുന്ന ഹൃദയങ്ങൾ എൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് മുറിവുണക്കാൻ കഴിയുന്നൊരു സാന്നിധ്യമായി എൻ്റെ സാന്നിധ്യത്തെ മാറ്റണമേ. ഹല്ലേലൂയ. ഈശോയെ, എൻ്റെ സാന്നിധ്യത്തെ അങ്ങയുടെ സാന്നിധ്യമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന മക്കൾ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും യുവതി യുവാക്കൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഭവന നിർമ്മാണത്തിൻ്റെ നിയോഗമുള്ളവർ, ഈ രാത്രിയിൽ സ്വന്തമായി ഭവനമില്ലാതെ തെരുവീതികളിൽ കിടന്നുറങ്ങുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ശാരീരികമായ ഭൗതികമായ നിയോഗങ്ങളോടൊപ്പം ആത്മീയമായ നിയോഗങ്ങൾ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി, വചനത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള ശക്തിയും അധികാരവും ഈശോ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിക്കുന്നതിന് വേണ്ടി, കർത്താവിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ദേശത്തിനും രാജ്യത്തിനും വേണ്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.